Hey guys, welcome back. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസമാണ്, ലാസ്റ്റ് ഡേ ആണ്. വാഗമണിലുള്ളത്. ഇന്നലെ മൂന്നാറിന്ന് ചവിട്ടി പിടിച്ച് ഞങ്ങൾ വാഗമണിലോട്ട് എത്തി. മൂന്നാറിൽ മഴയും അതുപോലെ എന്തെല്ലോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വിചാരിച്ച രീതിയിലൊന്നും അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലത്തെ ആ ഒരു ഓഫ് റോഡ് ട്രിപ്പ് ഭയങ്കര ബോഡി പെയിൻ ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. എനിക്ക് ഇത്ര ബോഡി പെയിൻ ആണെങ്കിൽ എന്റെ ഉമ്മച്ചിക്കൊക്കെ എങ്ങനെയുണ്ട്? അമ്മ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ ബോഡി പെയിൻ ഉണ്ടായിരുന്നോ? ഇല്ലാന്നൊക്കെ. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മളാണ് വയസ്സായി പോയ ആൾക്കാർ, പ്രായമായി ഗൈസ്. അങ്ങനെ ഇന്നലെ വാഗമണിൽ ഞങ്ങൾ എത്തിയിട്ട് ഞങ്ങൾക്ക് റൂം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മുന്നക്കൂട്ടി ബുക്ക് ചെയ്യാത്തത് കൊണ്ട് ഏകദേശം 1-2 മണിക്കൂർ റൂമിന് വേണ്ടി തെണ്ടി തിരിഞ്ഞ് ഒരു 1-1.5 മണിക്കൂർ അവിടെ വാഗമണിൽ നിന്ന് വീണ്ടും ഉള്ളിലോട്ട് ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു റിസോർട്ട് കിട്ടിയത്. ഈ റിസോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് നമുക്ക് ഒരു പനോറമാറ്റിക് വ്യൂ ഉണ്ട്, ഒരു മൗണ്ടന്റെ. പിന്നെ ഇവിടെ കുറെ ചക്ക, മാങ്ങ, പിന്നെന്തല്ലോ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്, വേറെ എന്തെല്ലാം ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ രാവിലെ എണീറ്റിട്ട് നേരെ എന്നാ നിങ്ങൾ ചെയ്യുമ്പോ എന്നെക്കാളും സൗണ്ട് അല്ലേ അവരെ കൂടുതൽ സംസാരിക്കണ്ടേ. ഞാൻ രാവിലെ എണീറ്റിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഉമ്മ കൈ കിട്ടിയൊക്കെ പറിച്ചു ഗൈസ്. അതൊന്ന് ഞാൻ ഇതിന്റെ ഇടയിൽ കുത്തി കയറ്റാം. നിങ്ങളിവിടെ കാട് ഉമ്മ ഇങ്ങനെ പറിക്കുന്നേ. പിന്നെ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വഴി കാണിക്കാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞങ്ങൾ 7:30 ആയപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോ അവർ പറഞ്ഞു ഇല്ല, 8:30 ഞങ്ങൾ തരുള്ളൂ. ഞങ്ങള് തിരിച്ചു പോയി ഡ്രസ്സൊക്കെ മാറ്റി. ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എന്റെ ഡ്രസ്സ് എനിക്ക് കയറുന്നില്ല. പുതിയ ഡ്രസ്സായിരുന്നു, ഇട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെടുത്തിട്ട് ഞാൻ വന്ന് ആകെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇന്നലെ മഴയൊക്കെ കൊണ്ട് നനഞ്ഞിട്ട് എനിക്കിനിയിപ്പോ വീണ്ടും യൂസ് ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന എന്റെ ബ്രദറിന്റെ ഡ്രസ്സാണ്. ഞാൻ ഫസ്റ്റ് ഡേ വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്റെ ബ്രദർ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ്. എനിക്ക് വേറെ ഡ്രസ്സ് കയറുന്നില്ല. അത് ഇട്ടോക്കാത്തതിന്റെ പ്രശ്നം കൂടെ അല്ല കേട്ടോ, കാരണം ഞാൻ നല്ല തടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡ്രസ്സുകളൊന്നും ഇപ്പോൾ കയറാത്തോണ്ടാണ് ഞാൻ അധികം ഡ്രസ്സും എടുക്കാത്ത തന്നെ. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ആങ്ങളുടെ ഡ്രസ്സ്, ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, എൻ്റെ ആങ്ങളെ വന്നപ്പോൾ ഇട്ടിട്ട് വന്ന ഡ്രസ്സായിരുന്നു. ഞാൻ ആങ്ങളെ താഴെ കറങ്ങാൻ ഉമ്മയുടെ കൂടെ പോയ സമയം നോക്കിയിട്ട് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ട്. അപ്പം പിന്നെ കുഴപ്പമില്ല, നമ്മളെ സിബ്ലിങ്സ് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയൊക്കെ ഇടലുണ്ടല്ലോ. പക്ഷെ എൻ്റെ ആങ്ങളുടെ ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ടാണ്. ഇന്നലെ ഞാൻ എൻ്റെ ആങ്ങളുടെ ബനിയൻ എടുത്തിട്ടു, ഇന്ന് ഞാൻ എൻ്റെ ആങ്ങളുടെ ഷർട്ട് എടുത്തിട്ടു. നാളെ ഞാൻ മിക്കവാറും പേന്റ് എടുക്കുമോ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഞാനിങ്ങനെ ഷർട്ടൊന്നും ഇടാറൊന്നും ഇല്ല ആമ്പിളറുടെ. പിന്നെ നമുക്ക് ഇല്ലല്ലോ, ഇല്ലാത്തപ്പോ നമ്മൾ ഇല്ലാത്ത പോലെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. പിന്നെ ഇവിടെയുള്ള ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ അറിയോ? കൊതുക്. എന്റെ മുഖമൊക്കെ നോക്കിക്ക് ഫുള്ള് കൊതുക് കടിച്ചു വെച്ചിരിക്കുക. രാവിലെ ഞാൻ ഉമ്മാന്റെ കൂടെ ഈ സാധനങ്ങളൊക്കെ ഞാനത് പറഞ്ഞ കൃഷി ഫ്രൂട്ട്സും അതുപോലെ എന്തെല്ലോ കുറച്ച് ഐറ്റം സ്പൈസസ് ഒക്കെ ഉണ്ടെന്ന്. ഞാനിപ്പോ വരുന്നുമ്മ. ഇതുണ്ടോ, ഇത് കുരുമുളകാണ്. കണ്ടോ ഇവിടെയാണ്. അതുപോലെയുള്ള ഓരോ ഐറ്റംസും കണ്ടും കേട്ടും അതിന്റെ ഇടയ്ക്കിലൊക്കെ പോയി നിന്നപ്പോഴത്തേക്ക് കൊതുക് ചായ. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് കേസ് കറി കഴിച്ചു വന്ന്. കറി എന്തുവാ? കടലക്കറിയാ? വാവ്, എന്റെ ഫേവറേറ്റ്. ഈ ബ്ലാക്ക് കടല ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി, നല്ല മഴ. അവിടെ മഴ കാരണം നമ്മൾ ഓടി രക്ഷപ്പെട്ടു. അവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെയും മഴ. നോക്കി, ഞാൻ പറഞ്ഞു ഇവിടെ കുറെ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസ് സ്പൈസസ് ഒക്കെ ഉണ്ടെന്ന്. നോക്കിക്ക്, ഇത് റംബൂട്ടാൻ. ഈ മരം നിറച്ചും ഇലയിനെക്കാളും ഉണ്ട് റംബൂട്ടാൻ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ റിസോർട്ടിൽ വരുന്ന ആൾക്കാര് ഈ റംബൂട്ടാനും ഇവിടുത്തെ പേരക്കയും ചക്കയും ഒക്കെ എടുത്തോണ്ട് പോകത്രേ. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒന്നും പാകമായിട്ടില്ല, എല്ലാം പച്ചയ്ക്ക ഉള്ളത്. പിന്നുള്ളൊരു മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, കുടംപുളി എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പൊ ഉമ്മച്ചി ഇവിടെ വന്ന സമയത്ത് രാവിലെ തന്നെ ഇറങ്ങി എന്ന് പറഞ്ഞല്ലേ, അന്നേരം ഉമ്മ കുറെ ഇവിടെ നിന്ന് കുടംപുളിയൊക്കെ തറയിൽ ഇങ്ങനെ പഴുത്ത് കിടന്നൊക്കെ പറിച്ച്, അല്ല തറയിൽ കിടന്നത് എടുത്തു, പിന്നെ പറക്കുകയൊക്കെ ചെയ്തു. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കുറെ വെറൈറ്റീസ് ഓഫ് ചെടീസ് ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചിട്ടോ. താഴോട്ട് ഇറങ്ങാൻ എനിക്ക് ചെറുതായിട്ട് മടിയുണ്ട്. പേടിയാണ്, മടിയല്ല. ഞാൻ ചില കാര്യങ്ങൾക്ക് ഇങ്ങനെ മടിക്കും, എനിക്ക് പേടിയാ. ഇതെന്താന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങുന്നതാണ് കേട്ടോ. എനിക്ക് ദൂരെ നോക്കിയിട്ട് മനസ്സിലായില്ല എന്താണെന്ന്. ഇത് ജാതിക്കയാണെന്ന് തോന്നുന്നു അല്ലെ? അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ജാതിക്കയാണോ? വെയിറ്റ് ഒന്നുമില്ല, ജാതിക്കയാണെന്ന് തോന്നുന്നു. ആണെന്ന് പറയാൻ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു വീഡിയോയില് ആ റെഡ്, അതിനുള്ളിൽ ഒരു റെഡ് കാണുന്നുണ്ടോ? ആ റെഡ് ഇങ്ങനെ കണ്ടപ്പോ എനിക്കൊരു എവിടെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളത് പോലെ. താഴോട്ടൊക്കെ പോവാട്ടോ, പക്ഷെ എനിക്ക് പേടിയാ. ഈ പ്രോപ്പർട്ടി അങ്ങോട്ടാണ്
നമ്മൾ താമസിക്കുന്ന സ്ഥലം വരുന്നത്. അവരുടെ ഏരിയ തന്നെയാണ്. ഇങ്ങോട്ടും ഇവിടെ നമുക്ക് വേണമെങ്കിൽ വരാം. ഇഷ്ടംപോലെ റംബൂട്ടാൻ മരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കൊക്കോ, പേരയ്ക്ക, അങ്ങനെ എനിക്ക് പേര് പകുതിയിലേറെ അറിയത്തില്ല. ഗ്രാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതിന്റെ മണ്ടയിലാണ്. പേരയ്ക്ക ഞാൻ നേരത്തെ വന്നപ്പോ ഈ മരം ഇനി അടുത്ത് വന്നിട്ടില്ല, ഉണ്ടെങ്കിൽ നമുക്ക് പറിക്കാം. ഭാഗമായിട്ടില്ല. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഓടിച്ചാടി നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടി. ബാക്കിയുള്ള ആൾക്കാർക്ക് ഫുഡും കഴിച്ചിട്ട് പോകുന്നു. എന്റെ ഉമ്മ വീണ്ടും ക്യാ ഹോ മമ്മി എന്തെങ്കിലും ഇന്നും എടുക്കാം. ഇപ്പൊ 2 പ്രാവശ്യം വന്ന് എന്തൊക്കെ എടുത്തോണ്ട് പോയത്. ഉമ്മക്ക് എത്ര ഇവിടെ എന്തെല്ലോ പറിച്ചിട്ടും പറക്കിയിട്ടും ഉമ്മക്ക് മതി വരുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഇതാ വീണ്ടും വിശക്കുന്നു. ഒരു കുളമുണ്ടേ, ഈ കുളത്തിൽ ഇഷ്ടംപോലെ മീനുണ്ട്. ഇറങ്ങാനൊക്കെ പറ്റും, പക്ഷെ എനിക്ക് ഇറങ്ങണ്ട. ഞാനിവിടെ വന്നു കഴിച്ചത് പറിക്കാൻ. കണ്ടോ? അയ്യോ ഷിറ്റ്, ആകെ 2 തുറന്നത് കിട്ടിയത്. അങ്ങോട്ട് ഇനി എനിക്ക് ഇറങ്ങാൻ വയ്യ. വഴിയുണ്ടോ? വഴിയുണ്ട്, ഞാൻ അപ്പുറത്ത് എടുത്തിട്ട് വരാം. ഉമ്മക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തിട്ട് വരും. നമ്മളിവിടെ താമസിച്ച റൂം കാണിച്ചതാവേ. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ താമസിച്ച റൂമിനെക്കാളും ഇന്നിവിടെ വാഗമണില് താമസിച്ച റൂം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടേ. അവിടെ റേറ്റും കൂടുതലായിരുന്നു. ഏകദേശം ഒരു 5,000 എബോ ഉണ്ടായിരുന്നു അവിടുത്തെ റൂമിന്. ഇവിടുത്തെ ഒരു 4,300 ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല, നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ റൂം കാണിച്ചു തരാം. അവിടുത്തെ റൂം ഞാൻ ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണിച്ചിട്ടുണ്ടല്ലോ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അധികം കാണിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിക്കാത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിട്ട് ഞാൻ റൂം കാണിക്കുന്നേ. കയറി വരുന്നിടത്തെ ഇവിടെ ആയിട്ട് വാഷ്റൂം ഉണ്ട്. പിന്നെ ഇത് പുറത്തോട്ടുള്ളൊരു വ്യൂ ആണ്. ഇത് ഞാൻ ഫുള്ള് തുറക്കുന്നില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയടുത്തുള്ള. ഇനി ഇതാണ് റൂം. ഇവിടെ ഒരു സോഫ ഉണ്ട്. നമ്മൾ 3 പേരായതുകൊണ്ട് അഡീഷണൽ ബെഡ് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉമ്മയാണ് കേട്ടോ സെറ്റാക്കിയത്. എല്ലാം ഇവിടെ നിന്ന് അടുക്കി പറക്കി എടുത്തിട്ട് ഉമ്മയാണ് ഇതൊക്കെ ക്ലീൻ ആക്കിയത്. ഇവിടെ ഒന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇത് നമ്മളാ റൂമിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ ഭയങ്കര സൂപ്പറാണ്. സോ ഇതാണ് നമ്മളെ ബാൽക്കണി എന്നുള്ള വ്യൂ. രാവിലേക്ക് നല്ല രസമുണ്ടായിരുന്നു. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 7 മണിക്കൊക്കെ എണീറ്റപ്പോ കണ്ടിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടെ ഒന്ന് എന്താ ഇരുട്ടിയിട്ടുള്ളത്. ഇപ്പം നല്ല അടുത്തുള്ളത് നമ്മള് കണ്ടോ. ഇത് ഞാൻ സൂം ചെയ്തല്ല കേട്ടോ, ഇതാണ് ശരിക്കുള്ള. ഞാൻ നേരത്തെ 0.5 വെച്ചിട്ടുണ്ടായിരുന്നത്. റൂമിൽ നിന്ന് വളരെ അടുത്താണ് ഈ ഒരു മല വരുന്നത്. ഈ ഒരു വ്യൂ കണ്ടിട്ടായിരുന്നു രാവിലെ ഞാൻ എണീറ്റത്. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയും ഇറങ്ങാനും പറ്റത്തില്ല, പോകാനും പറ്റത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണല്ലോ വണ്ടി ഓടിച്ച് വരുന്നത്. ഇത്രയും ലോങ്ങും പോരാത്തിന് ഇങ്ങനെയുള്ളൊരു പ്ലേസും കൂടെ ആയതുകൊണ്ട് ഹെവി റിസ്ക് ആണ് എടുത്തിട്ടുള്ളത്. ബട്ട് എന്നാലും കൊള്ളാം. അപ്പോൾ ഓവർ ഇനിയും റിസ്ക് ആക്കുന്നതിനേക്കാളും നല്ലത് മഴ വരുന്നതിന് മുമ്പ് എവിടെയും പോയി കറങ്ങി വീടെത്തുമ്പല്ലേ. അതെ ഗൈസ്, നമ്മൾ ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. കാരണം നമുക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഫാമിലിയിൽ. പുറത്തിറങ്ങി ഒരു പ്ലേസിന്റെ പേര് എനിക്ക് ശരിക്കും പറയുമ്പോൾ ഓർമ്മയില്ല. ഞാൻ ജസ്റ്റ് അവിടെ എത്തിയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതേതാ പ്ലേസ് എന്നുള്ളത്. പോവാ മമ്മി. പോയി, ഞാൻ മാത്രമേ ഉള്ളൂ റൂമില്. മമ്മിയൊക്കെ പോയി. നോബഡി. എന്ത്, ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നോ? ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. എനിക്ക് ആടാനൊന്നും പറ്റിയില്ല. എന്തൊക്കെയോ ഒരേ ഫെസിലിറ്റീസ് ഉണ്ട്. പകലമ്മ കണ്ടിട്ട് ഓക്കെ നമുക്ക് എന്നാ ഇവിടെ നിന്ന് വിടാം. കിലോമീറ്റർ എത്താനായി. നമ്മൾ ഏതോ ഒരു ലൊക്കേഷൻ ഇട്ടാ വരുന്നത്. മഞ്ഞൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെ പോവാനേ. ഇതാണ് എന്റെ സ്വപ്നത്തിലെ വാഗമൺ. ചില സ്ഥലങ്ങളിൽ ഫോഗ് ഇറങ്ങിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിലില്ല. ഇവിടെ വഴിയിൽ പോകുന്നൊരു സ്ഥലം നല്ല രസമുണ്ട്. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫോഗൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇതിന്റെ ഇടയിൽ നിന്നിട്ടാട്ടോ എടുത്തത്. ഇനി കയറാൻ വേണ്ടി വയ്യാത്തോണ്ടാ ഞങ്ങൾ അങ്ങറ്റം വരെ പോയിട്ട് അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിനിടയിൽ ഞാനത് ആഡ് ചെയ്യാവേ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, കാണുന്നുണ്ടോ മഴ പെയ്യുന്നേ? ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ വിചാരിച്ചേ ഇവിടെ നല്ല വെയിലൊക്കെ ആയിരിക്കും ഒന്ന്. സാധാരണ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ സീസൺ തെറ്റി പോകുമ്പോഴത്തേക്കും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണല്ലോ.
അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ ഇതുപോലെയല്ല പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര സന്തോഷമായി. മഴയ്ക്ക് മഴ കിട്ടി, മഞ്ഞിന് മഞ്ഞ് കിട്ടി, പച്ചപ്പിന് പച്ചപ്പ് കിട്ടി. പിന്നെ ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്താൻ ഇന്നും കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം നേരെ അങ്ങോട്ട് പോവാം. വീട്ടിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ ആ ബ്രൗണി എടുത്തിട്ട് വന്നായിരുന്നു. വിശപ്പ് കൊണ്ട് കഴിയുന്നല്ല, ഒരു മോഹം. എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ സാധനം ഒന്നും കാണുന്നില്ല. ഇഷ്ടമല്ലാന്ന് പറഞ്ഞ സാധനം ഭയങ്കര ടേസ്റ്റ്. വീട്ടിൽ നിന്ന് കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല പഞ്ഞി പോലെ നല്ല ടേസ്റ്റ്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റാ. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അതിന്റെ ഗിണിയാണ്. ഞങ്ങൾ വന്ന സ്ഥലത്തോട്ട് വണ്ടി പോകത്തില്ല, ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വഴിയിൽ പാർക്ക് ചെയ്തിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോ യെസ് ഗൈസ്, അപ്പോ 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. വഴി കുഴപ്പമില്ല, നടക്കാൻ പറ്റുന്ന വഴി ആയതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ച്. ഉമ്മ പിന്നെ എല്ലാത്തിനും റെഡിയാ. നമ്മുടെ മെയിൻ പവർ എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയാണ്. ഉമ്മ നമ്മളെ പോലെ തന്നെ, നമ്മളെക്കാൾ എനർജറ്റിക് ആണ്, എന്തിനും റെഡിയാണ്. അതുകൊണ്ട് നമ്മൾ നടക്കുന്നു. കുടയും വെള്ളം എടുത്ത് ഇറങ്ങി. ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം. ഉളുപ്പുണി എന്നുള്ളൊരു സ്ഥലമാണ്. ഉളുപ്പുണി ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്, ഉളുപ്പുണി. അപ്പൊ ഇവിടെ ഒരു കേവ് ഉണ്ട്, എനിക്കൊന്ന് കയറണമെന്നുണ്ട്. അങ്ങനെ ഞാൻ വരുന്നതാ. പയ്യനെ നടക്കാം. ഭയങ്കര ചെളിയാന്ന് റോഡൊക്കെ. ഷൂ ഒക്കെ ഇട്ടാ വന്ന് എന്താവെന്ന് അറിയത്തില്ല. തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഷൂ എടുത്ത് പറകെ എറിഞ്ഞിട്ട് പോണമെന്നും നോക്കി നടന്നു പോകുന്നത്. വഴി ഭയങ്കര മോശമാണ്. മോശം മീൻസ് നടക്കാൻ മോശമല്ല, ബട്ട് നമ്മുടെ ചെരുപ്പ് ഷൂ ആയതുകൊണ്ടേ ചെളിയല്ലേ, ആ ഒരു പ്രശ്നമുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള വഴി ആയതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. വെതറും കുഴപ്പമില്ല, ക്ഷീണം ഉണ്ടാവത്തില്ല. പാവം കവറൊക്കെ പിടിച്ചോണ്ട് നടന്നു പോണം. നോക്കിക്കേ, സാരല്ല. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ജീപ്പ് പോകുന്നുണ്ട്. നമുക്ക് ജീപ്പിൽ പോകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നടന്നു പോകാൻ എളുപ്പപ്പണി ആയതുകൊണ്ട് പൈസ ലാഭിച്ചൊന്നും അല്ല. ഇനി ജോർദാന്റെ ഇഷ്യൂ പോലെ ആരും പറയരുത്, പൈസ ലാഭിക്കാൻ ഉമ്മാനെ കൊണ്ട് നടന്നു പോയിന്ന്. അതല്ല സത്യം. ഞങ്ങക്ക് ഇന്നലത്തോടു കൂടി മതിയായി. നടക്കുന്നതല്ലത്. ഉമ്മാനെ അങ്ങനെ പേഷ്യന്റ് അല്ല. ഉമ്മാക്ക് അത്യാവശ്യം കുറച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതല്ല, നമ്മൾ ഇന്നലെ ആ ഒരു റൈഡ് പോയത് തീരെ പറ്റിയിട്ടില്ല. ഉമ്മാക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, നമ്മളാണ് ഇവിടുത്തെ പ്രായമുള്ള ആള്, ഞങ്ങക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പയ്യനെ നടന്നു പോകാൻ. ആകെ ഇപ്പൊ ഒരു 11 മണിയൊക്കെ ആയിട്ടുള്ളൂ. 1 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല. റൈഡിലല്ല ഇതൊക്കെ, ഇത് ഓഫ് റോഡ് ട്രിപ്പ് അല്ലേ. ഇതൊക്കെയാണ് ഒരു എൻജോയ്മെന്റ് എന്ന്. 2 സൈഡിലും കൂടെ വണ്ടി വരുന്നുണ്ട്. ഇത്രയും ചെറിയ നാരോ റോഡാണ്. അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോ ഇങ്ങോട്ട് മാറി കൊടുക്കണം, ഇവിടെ നിന്ന് കൊണ്ടുവരും. ഇറങ്ങുമ്പോ നല്ല സുഖം. തിരിച്ചൊക്കെ കയറ്റമാണ്. അല്ല, നമ്മൾ അങ്ങനെ ഒരുവിധം നടന്ന് ലൊക്കേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. പെട്ടെന്നോ വഴിയൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കാണ്. ഈ പൂവിന്റെ പേര് ആർക്കെങ്കിലും അറിയോ? നമ്മള് കോളാമ്പി പൂ എന്നാ പറയുന്നേ. നിങ്ങൾ എന്താ പറയുന്നേ? അവിടെയാണ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റ്. ഞങ്ങൾ നടന്നു വന്നു ഗൈസ്. ഞങ്ങൾ വണ്ടിയിൽ കയറിയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഡക്ക് വെക്കണ്ടെന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഞങ്ങൾ സിക്കിൾ കൊടുക്കണ്ടെന്ന് വിചാരിച്ചല്ലേ. അതാദ്യം ഞാൻ പറയാം. എനിക്ക് ഓൾറെഡി ആ ഒരു ചീത്തപ്പേരുള്ളത് ആ വിഷയത്തില്. അവിടെ ആൾക്കാർ ഇതിനകത്ത് ഫുള്ളാണ്. ഇതാണ് നമ്മള് കാണാത്ത ഗുഹ. പക്ഷെ അവിടെ നോക്കി, എന്ത് ചെയ്യാനാ, ആൾക്കാര് നിക്കുന്നേന്ന്. നമുക്ക് ഇറങ്ങാം. ഇത്രേ ഉള്ളൂ. ഉമ്മാനെ ഇറക്കായിരുന്നു. തപ്പി പോവാണ് ഭയങ്കര താളാണ്.
ഐസില്ലേ? സ്ലിപ്പ് ചെയ്യുന്നുണ്ടോ? നല്ല പിടിച്ച്. ആ അതിനകത്ത് ആൾക്കാര് പാടത്തെന്നാലൊക്കെ പോവായിരുന്നു നിൽക്കാൻ. പാവം. ഞാൻ എങ്ങനെ ഇതിനകത്ത് കേറി റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അറിയോ? നമ്മൾ ഒരുപാട് ദൂരം വന്നിരിക്കുന്നു. അങ്ങോട്ട് ആൾക്കാർ പോകുന്നുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗുഹയ്ക്കകത്ത് കയറുന്നത്. അതെ, നമ്മളെ കാലൊക്കെ മുട്ട് വരെ നനയും. നമ്മൾ ഇത്രയും ദൂരം നടന്നു അല്ലേ? ഇനി എത്ര ദൂരം പോണല്ലേ? ചുമ്മാനെ കൊണ്ടുവരണമായിരുന്നു നമുക്ക്. എന്തോന്ന്? അതെ അതെ. നമ്മള് തിരിച്ചു പോകുന്ന അങ്ങോട്ടൊന്നും പോവാൻ വയ്യ. ഒപ്പം വന്നാൽ ഒറ്റയ്ക്ക. പിന്നെ റിസ്ക് ആണ്. കാലത്ത് മുറിഞ്ഞെന്ന് തോന്നുന്നു. നല്ല നീറ്റലുണ്ട്. പോരാത്തന്നെ ചൂട്, ഭയങ്കര ചൂട്. വെള്ളം ഉണ്ടെന്നേ ഉള്ളൂ, ഗുഹയാണെന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ചൂട് ഇതിനകത്ത്. പേടിച്ചിട്ട് ചൂടെടുക്കണമെന്ന് തോന്നുന്നു. അതിനകത്ത് പാട് എങ്ങനെയല്ല ഇറങ്ങി. വിജയ് ഫാൻസ് ആണ്. ഓ, ഭയങ്കര എക്കോ വരുന്നുണ്ട് അതിനകത്ത്. അണ്ണേ എന്നെ കൂടെ ഞാൻ എങ്ങനെ വന്ന അടി കൂടെ പോകത്തുള്ളൂ. അതാണ് ഇപ്പൊ. ഞാനങ്ങോട്ട് പോകുള്ളൂ. എന്നാലും വീണാലും വന്ന വഴി കൂടെ പോകത്തുള്ളൂ. പുതിയ വഴി തെരഞ്ഞെടുക്കൂല. അന്ന വഴി പോവുള്ളൂ. ഓരോ യാത്രയിലും നമ്മൾ ഓരോന്ന് പഠിക്കുമല്ലോ. ഓക്കെ, അങ്ങനെ പറഞ്ഞ വഴി ഞാൻ കാണിച്ചു തരാം.
ഈ കുത്തനെ ഇങ്ങനെയുള്ള വഴി കൂടെ എന്നെ കേറാൻ ഞാൻ ആ വഴി കൂടെ പോയിക്കോളാം. സിമ്പിൾ ആൻഡ് ഹംബിൾ. കേറുന്നില്ലേ? അല്ല എന്റെ ഉമ്മാനെ കാണാനില്ല. ഉമ്മാനെ കാണാനില്ല ഗായ്സ്. എന്ത് എളുപ്പം നോക്കിക്കേ. അവിടെ ഒരു പാറേന്റെ മണ്ട ഇരിപ്പുണ്ട്. കൊടയും പിടിച്ച് നമ്മൾ വന്നപ്പോഴത്തേക്കും ഒരു കവർ ഉണ്ടോന്നായിരുന്നേ. അപ്പൊ അതില് കൊടയും വെള്ളം ഉണ്ടായിരുന്നേ. അപ്പൊ വന്നിട്ട് നല്ല വെയിലായിരുന്നു. അപ്പൊ ഉമ്മ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുവാ, അല്ല നമ്മളെ കഷ്ടപ്പെട്ട് കൊട ഉണ്ടെന്ന്, ഒരു ഇച്ചിരി മഴ പെയ്തിരുന്നെങ്കിൽ ആ കൊട എടുത്ത് പിടിക്കായിരുന്നു. വേറെ ആരും കൊടയൊന്നും കൊണ്ടതില്ല, വെറും കയ്യില വന്നേന്ന്. ഉമ്മയുടെ പ്രാർത്ഥന കേട്ടു, മഴ പെയ്യുന്നു, ഉമ്മയുടെ കൊടയും പിടിച്ചിരിക്കുന്നു. ഉമ്മ ഇറങ്ങില്ല എന്നുള്ളൊരു സങ്കടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഉമ്മനെ നമ്മളെ ഇറക്കി വെള്ളത്തിൽ ഇച്ചിരി വെള്ളം കൊള്ളിച്ച് 1.5 കിലോമീറ്റർ നടന്നല്ലേ, ഈ വഴി കൂടെ ഉമ്മ ഇറങ്ങി. ആരുടെയും സഹായം അല്ലാണ്ട് ഒറ്റയ്ക്ക് ഉമ്മ ഇവിടെ ഇറങ്ങിയത്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ എനിക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയെന്ന്? പോകുന്ന റോക്കറ്റ് ഇട്ടാണെങ്കിൽ മിക്കവാറും ഒറ്റയ്ക്ക് ഗുഹയ്ക്കകത്ത് പോയിട്ട് വരുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നോക്കിക്കാ പോകുന്നേ, ലേശം പേടി. നോക്കിക്കാ പോകുന്ന, മാഷാഅല്ലാ മാഷാഅല്ലാ മാഷാഅല്ലാ. ഉമ്മ നോക്കി. തറയിൽ ഇറങ്ങിക്കോ, കുറച്ച് തറയിൽ ഇറങ്ങിക്കോ. ആ സൈഡിലത്തെ കല്ലിൽ പിടിച്ചോ, അതിൽ പിടിച്ചോ. ആ ഇനി നടന്നോ. നമ്മൾ ഇറങ്ങിയപ്പോ കൊണ്ടുപോയി മതിയായിരുന്നു, റിസ്ക് ആണ്. ഉമ്മാനെ വെറുതെ കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം. ഞാൻ പോലെ എന്റെ ആങ്ങളയുടെയും വല്ലവരുടെയും സഹായത്തിലാണ് അതിനകത്ത് കയറിട്ട് ഇറങ്ങി. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ആരെയൊക്കെയോ കയറി പിടിച്ചും തൂങ്ങിയൊക്കെയാണ് ഞാൻ വന്നത്. അത് കണ്ടോ ഉമ്മ ഇവിടെ പോയിന്ന്. നമുക്ക് തിരിച്ചു നടക്കണം അതേ ദൂരത്തില്. 1.5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ചെറുതല്ല. നിങ്ങൾ ആ വഴിക്ക് കണ്ടല്ലോ, ഭയങ്കര റിസ്കിയാണ്. അപ്പൊ പിന്നെ വേറൊരു സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വന്നപ്പോ ഉമ്മ പേഴ്സ് എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഫോൺ പേ കാര്യങ്ങളൊന്നും വർക്ക് ആവാത്തത് കൊണ്ടും എമർജൻസി ആവശ്യങ്ങൾക്ക് പൈസ പരപ്പെട്ടു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ കയ്യിൽ കുറച്ച് പൈസ കരുതണം. ഈ ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ യൂസ് ആക്കുന്ന ആൾക്കാർ. നമുക്ക് അങ്ങനെ അബദ്ധം പറ്റി. ഉമ്മയുടെ കയ്യിലാ, ഇവിടുത്തെ ഖജാൻജി ഉമ്മയാണ്. ഉമ്മയുടെ കയ്യിൽ എപ്പോഴും പൈസയൊക്കെ ഉണ്ടാവും. ഞാൻ പൈസ അങ്ങനെ വെക്കാറില്ല. നമ്മൾ ഓൺലി ഫോൺ പേ, ഗൂഗിൾ പേ. കാരണം ഇന്നൊരു അടി കിട്ടിയെന്ന ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. നമ്മൾ പോവാണ്. പ്രത്യേകിച്ച് ഇനി പോണ വഴിക്ക് ഒന്നുമില്ല. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ ഞാൻ മൈൻഡ് പോയാണ് ചെയ്യണ്ടേ. വയ്യ ആ ബാഗ് കിട്ടാ മൈൻഡ് പോയാൻ സമ്മതിക്കുന്നില്ല. അടുത്ത വ്ളോഗിൽ കാണാം. പിന്നെ ഞങ്ങൾ ഇവിടെ തിരിക്കുവാണ്. ഇനി ഒരു സ്പോട്ടും കൂടെ ഉണ്ട്. ആ സ്പോട്ടിലും കൂടെ പോയിട്ട് നമ്മള് വാഗമൺ സീരീസ് ഇവിടെ അവസാനിപ്പിക്കും. തിരിച്ച് വീടെത്തണം. ഒരു പ്രശ്നമായിട്ട് എത്തുന്നു. കാരണം ഞാൻ എന്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.